ക്ലാസ് 7 കേരള ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ്. യൂണിറ്റ് 1 ഒന്നാമത്തെ ലെസൺ ഗുഡ് സെ പ്യാർ. ശോഭനാഥ് യാദവ് എഴുതിയതാണ്. പ്യാർ എന്ന കവിതയിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പേജിൽ യേ ചിത്ര ആപ്സെ ക്യാ ബതാ രഹാ ഹേ. ഈ ചിത്രം യഹ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ചിത്രം ആപ്സെ നിങ്ങളോട് ക്യാ ബതാ രഹാ ഹേ എന്താണ് പറയുന്നത്. ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ് ബതാ രഹാ ഹേ. എപ്പോഴും ഹിന്ദിയുടെ ക്വസ്റ്റ്യൻസ് ഹിന്ദി അറിയണമെങ്കിൽ അതിൻ്റെ മീനിങ് എല്ലാ മീനിങ്ങും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പേട് പർ ഫൽ ഭരേ ഹുയേ ഹേ. ഈ വൃക്ഷത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട്, നിറയെ ഫ്രൂട്ട്സ്. ഫൽ ഭരേ ഹുയേ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് നിറഞ്ഞിരിക്കുന്നു. യേ പേട് സബ്കോ അപ്നാ പ്യാർ ദേത്താ ഹേ ഉസി പ്രകാർ ഹം ഭി സബ്കോ പ്യാർ കർനാ ചാഹിയേ. അതുപോലെ നമ്മളും ഈ മരത്തെ പോലെ തന്നെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന ആ ഒരു സൂചനയാണ് ഈ ചിത്രത്തിലൂടെ. ഈ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ എക് ബഡാ പേട്, ഒരു വലിയൊരു മരമുണ്ട്. അപ്പോൾ ആ പേട് പർ ഫൽ ഭരേ ഹുയേ ഹേ, നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് ഈ മരത്തിൽ. എക് ലഡ്കി, ഒരു പെൺകുട്ടിയും. എക് ഔരത്ത് ഫൽ ചുൻതി ഹേ, ഔരത്ത് ഒരു ലേഡിയും ഒരു കുട്ടിയും കൂടി ഇരുന്നിട്ട് അവിടെ ഫൽ ചുൻതി ഹേ ഈ ഫ്രൂട്ട്സൊക്കെ പെറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെന്താ കാണാൻ പറ്റുന്നത്. എക് ബന്ദർ ഫൽ ലേക്കർ ഡാലി പർ ജൂൽത്താ ഹേ. ഈ കൊമ്പിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നുണ്ട് ഒരു ബന്ദർ എന്ന് പറഞ്ഞാൽ മങ്കി, കുരങ്ങൻ. ഇനി ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ. പേട് പർ ബൈഠത്തെ ഹേ, പക്ഷികൾ ഈ മരത്തിലിരിക്കുന്നുണ്ട്. എക് ലഡ്ക സോച്ച്താ ഹേ കി യേ പേട് സബ്കോ പ്യാർ ദേത്താ ഹേ. അതിൻ്റെ ആ സ്നേഹം നൽകുന്നു, അതായത് അതിൻ്റെ ആ ഉണ്ടായ ഫ്രൂട്ട്സൊക്കെ എല്ലാവർക്കും അത് വിതരണം ചെയ്യുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കവിത ഗുഡ് സെ പ്യാർ. ശോഭനാഥ് യാദവ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ കവിതയിലൂടെ ശോഭനാഥ് യാദവ് സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. സൂരജ് അപ്പനി ആഗ് സേ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തൻ്റെ അഗ്നി, ആഗ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. സൂര്യൻ തനിക്ക് ഏറ്റവും പ്രിയമായ ഇഷ്ടപ്പെട്ട തനിക്കുള്ള ആ ഊർജത്തെ ലോകത്തിന് നൽകുന്നു. ഊർജ ഊന്ന് എഴുതിയേക്കണ ഊർജ എന്ന് എങ്ങനെ എഴുതാ. ഇത് ഇർന്നാണ് വായിക്കണേ. റെഡിൽ എഴുതിയേക്കണ ഊർജ. ഇനി വ ദേ സകേ ആഗ്, യഹം ആഗ് സേ ക്യാ മത്ലബ് ഹേ. അപ്പം ഇവിടെ ആഗ് കൊണ്ട് അഗ്നി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്. ക്യാ മത്ലബ് ഹേ എന്താണ്. ഊർജ, എനർജി എന്നാണ് പറയുന്നത്. അടുത്തത് ദർക്കത്ത് സേ ആപ്നെ ക്യാ സംജ. ദർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് ദർക്കത്തിൻ്റെ അർത്ഥം. പേട് മരം എന്നാണ് കേട്ടോ. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. മരം തൻ്റെ പൂക്കളെ ഇത്രയും സ്നേഹിച്ചിട്ടും അവൻ ആ പൂക്കളെ ലോകത്തിന് കൊടുക്കുന്നു. അടുത്തത് ബാദൽ അപ്പനെ ജൽ സെ ഇത്തന പ്യാർ കരേ കി വ ദേ സകേ ജൽ ദുനിയാ കോ ബി. ബാദൽ ക്ലൗഡ്, മേഘം തൻ്റെ ജലത്തെ ഇത്രയും സ്നേഹിച്ചിട്ടും അവനും ലോകത്തിന് തൻ്റെ ജലത്തെ പാനി കൊടുക്കുന്നു. അടുത്തത് മേം ഗുഡ് സേ ഇത്തന പ്യാർ കരൂം കി ദേ സകൂം പ്യാർ ദുനിയാ കോ ബി. ഇത്രയ്ക്കും പ്രിയമാം എൻ്റെ സ്നേഹത്തെ ഞാനും ലോകത്തിന് നൽകുന്നു. അടുത്തത് ഗുഡ് സെ പ്യാർ കർന സെ ക്യാ അർത്ഥ നികൽത്താ ഹേ.
ആണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഹമാരെ അന്തർ പ്യാർ ഭർക്കർ സബ്കോ പ്യാർ കരേ. खुद से प्यार करना से क्या अर्थ निकलता है? हमारे अंदर प्यार भरकर सबको प्यार करें. എല്ലാവരെയും സ്നേഹിക്കുക എന്ന ആശയമാണ് കവി ശോഭനാഥ് യാദവ് ഈ കവിതയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. ഇനി ജോഡേം അവർ വാക്കി ലിഖേം. ജോഡന എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ജോയിൻ ചെയ്യുക. വാക്കിലിഖേ എന്നിട്ട് ഒരു വാക്യം നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ സൂരജ്, സൂര്യൻ എന്താണ് കൊടുക്കുന്നത്? ദുനിയാക്കോ, ലോകത്തിന് എന്താണ് കൊടുക്കണേ? ഊർജം, എനർജി ദേത്താ ഹേ, കൊടുക്കുന്നു. രണ്ടാമത്തെ പേട് എന്ന് പറഞ്ഞാൽ മരം, ദുനിയാക്കോ ലോകത്തിന്, ഫൂൽ ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. അടുത്തത് ബാദൽ ക്ലൗഡ് മേഘം, ദുനിയാക്കോ ലോകത്തിന്, പാനി ദേത്താ ഹേ, പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ വെള്ളം. അടുത്തത് നോക്കിയും പഹ്ചാൻ ഔർ ലിഖേം. ഇത് എന്താണെന്ന്, ജീവൻ കാ ആധാർ ഹേ, എന്താണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം? ജീവൻ്റെ ആധാർ പാനി ഹേ, ജീവിതത്തിൻ്റെ അടിസ്ഥാനം പാനി ഹേ, വെള്ളമാണ് ജീവൻ്റെ അടിസ്ഥാനം. അടുത്തത് ഇതെന്താണ്? സൺ സൂരജ്, ഇത് പേട് മരം, പിന്നെ ക്ലൗഡ് ബാദൽ മേഘം. ജീവൻ കാ ആധാർ ജൽ ഹേ. ഇനി ആശയ് പഠേം അവർ പങ്ക്തിയാം ലിഖേം. അതായത് ഇതിൻ്റെ ആശയം വായിച്ചിട്ട് അതിൻ്റെ വരികൾ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. നോക്കിയേ, സൂരജ് അപ്ന ഊർജ സേ പ്യാർ കരേം അവർ സംസാർ കോ ഊർജ പ്രദാൻ കരേം. അത് ഏതാണ്? ഈ ലൈനാണല്ലേ. സൂരജ് അപ്ന അവിടെ നിന്ന് തുടങ്ങി ദുനിയാക്കോ ഭി അവിടെ വരെ. ഇനി രണ്ടാമത്തെ നോക്കിയാൽ മേഘ് എന്ന് പറഞ്ഞാൽ ബാദൽ. ഇതിൻ്റെയൊക്കെ മീനിങ് പഠിച്ചാൽ ഇതൊക്കെ എഴുതാൻ ആൻസർ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നന്നായിട്ട് ലെസൻ്റെ മീനിങ്ങുകൾ പഠിക്കണം. മേഘ് എന്ന് പറഞ്ഞാൽ ബാദൽ മേഘം. മേഘ് അപ്പനെ പാനി സേ പ്യാർ കരേ और പ്രകൃതി കോ പ്യാസ് ബുജായേം. പ്യാസ് എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ദാഹം ശമിപ്പിക്കുന്നു. പ്യാസ് ദാഹം, ബുജാന ശമിപ്പിക്കുക. അപ്പോൾ അത് ഏത് ലൈനിലാണ്? ബാദൽ അപ്പനി ജൽ ദുനിയാക്കോ ബി അവിടെ വരെ കേട്ടോ. ദുനിയാക്കോ ദേത്താ ഹേ. ഇനി അടുത്തത് യേ ദുനിയാക്കോ കൈസേ പ്യാർ കരേംഗെ അപ്നെ വിചാർ ലിഖേം. ഈ ദുനിയ ഈ ലോകത്തിനെ എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്? സൂരജ് ആദ്യത്തേത് സൂരജ്. സൂരജ് ഊർജ ദേക്കർ, കണ്ട എനർജി കൊടുത്തിട്ട് പ്യാർ കരേഗ പ്യാർ കർത്തേ ഹേ. പിന്നെ എനർജി, പിന്നെ പ്രകാശം കൊടുക്കുന്നു, ലൈറ്റ്, പ്രകാശ് ദേക്കർ പ്യാർ കരേഗ. പിന്നെന്താണ്? ഗർമി, ചൂട് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗർമി ദേക്കർ പ്യാർ കരേഗ. ഇങ്ങനെയാണ് സൂര്യൻ ചെയ്യുന്നത്. അടുത്തത് പേട് മരം. എന്തൊക്കെ ചെയ്യണേ? മരം ദുനിയാക്കോ ഫൂൽ ദേക്കർ പ്യാർ കരേഗ, അതായത് ഫ്ലവേഴ്സ് കൊടുക്കുന്നു. പിന്നെ ദുനിയാക്കോ ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, പഴങ്ങൾ കൊടുക്കുന്നു. പിന്നെ മൂന്നാമത്തെ ലൈൻ ദുനിയാക്കോ ചായ എന്ന് പറഞ്ഞാൽ തണൽ, ഷാഡോ, ദേക്കർ പ്യാർ കരേഗ. അപ്പം ഇങ്ങനെയൊക്കെയാണ് പേട്, ഒരു മരം, ലോകത്തെ സ്നേഹിക്കുന്നത്. ഇനി ബാദൽ മേഘം, ക്ലൗഡ് എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്? ദുനിയാക്കോ പാനി ദേക്കർ വെള്ളം കൊടുക്കുന്നു. ദുനിയാക്കോ ശീതളത, അതായത് ഇത് കുളിർമ കൊടുക്കുന്നു. ദുനിയാക്കോ ഡണ്ട ദേക്കർ തണുപ്പ് കൊടുക്കുന്നു. ഇതെല്ലാം ആണ്
ബാദൽ ചെയ്യുന്നത്, ക്ലൗഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കവിതാക്ക ആശയ ലിഖേ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കവിതയുടെ ആശയം എഴുതാനായിട്ട്. കവിതയുടെ ആശയം അത് എല്ലാ ക്ലാസ്സിലും ചോദിക്കും, കവിതാക്ക ആശയം. അപ്പോൾ ഈ ഗുഡ്സെ പ്യാർ കവിതാക്ക ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഈ ഹെഡിങ് കൊടുത്തതിന് ശേഷം ആരാണിത് എഴുതിയത് അത് ആദ്യം എഴുതണം. ശോഭനാഥ് യാദവ് ക കവിത ഹേ ഗുഡ്സെ പ്യാർ. പിന്നെ എന്ത് എഴുതണം? ഉസ്ക ജന്മ, ഈ ശോഭനാഥിനെ പറ്റി എഴുതണം ഒരു 2 സെൻറ്റൻസ്. ഉസ്ക ജന്മ 14 ജൂൺ ഉത്തർപ്രദേശ് में हुआ, ബർമാസു की भूमिका, നരഗാഥ ആദി ഉസ്കി രചന ഹേ. ശോഭനാഥ് എഴുതിയ രചനകളാണ് ഇതെല്ലാം. ഇനി രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് ഈ കവിതയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഇല്ലേ ആദ്യം മുതലുള്ളത്. ഇസ് കവിതാമേം കവി കഹത്തെ ഹേ കി, ഈ കവിതയിലൂടെ കവി പറയുന്നത്, ഇതെല്ലാ ആശയത്തിലും എഴുതാം കേട്ടോ. ഇസ് കവിതാമേം കവി, ഈ ഒരു സെൻറ്റൻസ്, കവി കഹത്തെ ഹേ കി ഹം സബ്കോ, അത് എന്താണ് ഈ ഇതിനെ ഈ കവിതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഹം സബ്കോ പ്യാർ കർന ചാഹിയേ. എന്നിട്ട് നമ്മൾ ആദ്യം മുതൽ സൂരജ് അപ്നി ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, സൂരജ് അപ്നി ഊർജാക്കോ പ്യാർ करता है, वह ऊर्जा को दुनिया को देता है. पेड़ अपने फूलों को प्यार करते हैं, वह फूलों को दुनिया वालों को देता है, दुनिया को देता है. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. दुनिया को देता है. इसी प्रकार बादल अपनी पानी दुनिया को देते हैं, प्रकृति के समान हम भी दूसरों को प्यार करना चाहिए. यह एक അവസാനം എഴുതാ, यह एक अच्छा കവിത ഹേ, നല്ലൊരു കവിതയാണ്. ഇനി ഈ കവിതയുടെ ആശയം വെച്ചിട്ട് കവിതയുടെ ആശയപ്രകാരം വരയ്ക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കവിത, ഒരു സൂരജ്, ഒരു പേട്, ഒരു ക്ലൗഡ്, ഇതൊക്കെ അങ്ങനെ നിങ്ങളുടേതായ ആ ഒരു ഇതിൽ വരയ്ക്കുക. ഇനി ടിപ്പണി എഴുതാൻ പറയും. ടിപ്പണി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫാണ്, ഒരു കുറിപ്പ് എഴുതാൻ, പാരഗ്രാഫ് എഴുതാൻ. പ്യാറിനെ പറ്റി, പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. പ്യാർക്കോ ദുനിയാമേ മഹത്വപൂർണ്ണ സ്ഥാന ഹേ, ഒരു വലിയൊരു മഹത്വപൂർണ്ണമായൊരു സ്ഥാനമുണ്ട് പ്യാറിന്. പ്രകൃതി ദുനിയാക്കോ സബ് കുച്ച് ദേക്കർ പ്യാർ കർത്തി ഹേ, നമ്മൾ ഈ പഠിച്ചതൊക്കെ ഇതിനകത്ത് എഴുതാം. सूरज अपनी ऊर्जा दुनिया को देते हैं, बादल अपनी पानी को देते हैं, पेड़ दुनिया को फूल देते हैं और फल देते हैं, सभी जीव जाल दूसरों को प्यार करता है. അങ്ങനെ പ്യാറിനെ പറ്റി നമ്മൾ പഠിച്ചേക്കുന്ന അത് എഴുതാം.